അങ്ങനെ നമ്മുടെ സ്നാക്സ് ബോക്സ് റെസിപ്പീസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് തുടങ്ങുന്നത് ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി റൈസസ് ആണ്. അതിൽ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. സ്നാക്സ് ബോക്സിലെ റെസിപ്പീസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് കാണണേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാടമുട്ട റൈസാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു 4 കാടമുട്ട ഞാനൊന്ന് വേവിച്ച് പുഴുങ്ങിയിട്ട് തൊണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ മസാല ഉണ്ടാക്കണം ഇനി നമുക്ക്. അതിനു വേണ്ടി നേരത്തെ കണ്ട അത്രയും തക്കാളിയും സവോളയും പച്ചമുളകും കൂടി എടുത്തൊന്ന് ക്രഷ് ചെയ്തു. നെയ്യിൽ ആണ് അത് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. പാനിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ക്രഷ് ചെയ്ത മസാലാസ് അതിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും കുറച്ച് മസാല ഗരം മസാല പൗഡറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലാസ് കൂടുതലാവരുത്, കാരണം അതിൻ്റെ ഒരു കുത്ത് വരും നമുക്ക്. ഇനി അതൊന്ന് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള കാടമുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ചില കുട്ടികൾക്ക് ഈ ചോറും കറികളൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ ബസ്മതി റൈസ് വെച്ചിട്ടോ ജീര റൈസൊക്കെ വെച്ചിട്ട് വെറൈറ്റി റൈസസ് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സീരീസാണ് കേട്ടോ ഇത്. അപ്പോൾ കാടമുട്ടയാകുമ്പോൾ നമ്മുടെ ഈ ലഞ്ച് ബോക്സിൽ വെക്കുമ്പോൾ ഒരു 4 എണ്ണമൊക്കെ നമുക്ക് ഒരു ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റും. അവർ കഴിക്കുകയും ചെയ്യും. ചില കുട്ടികൾക്ക് കാടമുട്ടയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി റൈസ് വേവിച്ച് മാറ്റി വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലഞ്ച് ബോക്സിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പപ്പടോ തൈരോ വെച്ച് കൊടുക്കാം കേട്ടോ.